നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സൈബർ സെക്യൂരിറ്റി, നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. The access control policy in which an entity may be granted access right that allow the entity by its own volition to enable another entity to access some resources. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഒരു എൻറ്റിറ്റി ആക്സസുകൾ വേറെ മറ്റുള്ള എൻറ്റിറ്റിക്ക് ആക്സസുകൾ ഗ്രാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ എന്താണ് റിസോഴ്സസുകളെ ആക്സസ് ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്ന പോളിസി. ഡാക്ക്, മാക്ക്, റോൾ ബേസ്ഡ് റിലയബിൾ ആക്സസ് ഏതാണെന്ന് അറിയാമോ? മാക്ക് ആണോ? മാക്കിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നമുക്ക് ഡാക്ക് ആണ് കേട്ടോ, ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ ആണ്. നെക്സ്റ്റ്, സ്നോട്ട് സ്നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, സെക്യൂരിറ്റി ഓഡിറ്റിംഗ് സിസ്റ്റം, എൻക്രിപ്ഷൻ സിസ്റ്റം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ് സ്നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടൂൾ ആണ്. ഡാഷ് is a debugger and exploration tool. NetDog, Netcat, TCP-dump, Backtrack. ഒരു ഡീബഗർ ആയിട്ടും അതേപോലെ തന്നെ എക്സ്പ്ലോറേഷൻ ടൂൾ, അതായത് എന്താണ് നെറ്റ്വർക്ക് കണക്ഷൻസ് കൂടെയൊക്കെ ഡേറ്റകളൊക്കെ പോകുന്നതും ഡേറ്റ അതിൽ കൂടെ അതിൽ കൂടെ പോകുന്ന ഡേറ്റയെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ടൂള്. ആൻസർ അറിയാമോ? നെറ്റ്കാറ്റ് ആണ് കേട്ടോ. നെറ്റ്കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ TCP UDP പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? നെറ്റ്വർക്കിൽ കൂടെ പോകുന്ന ഡേറ്റകളെ റീഡ് ചെയ്യാനും റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഡേറ്റ അക്രോസ് നെറ്റ്വർക്ക് കണക്ഷൻസ്. ഓക്കെ, ഓർത്തു വെക്കണേ. നെക്സ്റ്റ്, ഡാഷ് is a popular command line packet analyzer. പാക്കറ്റുകളെ അനലൈസ് ചെയ്യുന്ന ഒരു കമാൻഡ് ലൈൻ ടൂൾ. വയർഷാർക്ക്, സ്നോട്ട്, മെറ്റാസ്പ്ലോയിറ്റ്, TCP-dump ഏതാണ്? നമ്മൾ പഠിച്ചതാണല്ലോ. ആൻസർ അറിയാമോ? TCP-dump ആണ്. TCP-dump നമ്മൾ പഠിച്ചതല്ലേ? അതായത് നമ്മുടെ TCP/IP പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കൂടെ പോകുന്ന പാക്കറ്റുകളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കമാൻഡ് ലൈൻ ടൂൾ ആണ് നമ്മുടെ TCP-dump എന്ന് പറയുന്നത്. നമ്മൾ ടൂൾസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഈ TCP-dumpനെ പറ്റി. നോക്കിയാൽ മതി, നിങ്ങൾ ആ സ്ലൈഡിൽ നോക്കിയാൽ മതി. ഓക്കെ. Which one of the following refers to the technique used for verifying the integrity of the message? മെസ്സേജിന്റെ ഇന്റഗ്രിറ്റിയെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡിക്രിപ്ഷൻ അൽഗോരിതം, പ്രോട്ടോകോൾ, മെസ്സേജ് ഡൈജസ്റ്റ്. ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല, ഇന്റഗ്രിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ, ആ ഫോട്ടോയില് മോർഫിംഗ് ചെയ്തിട്ടുണ്ടോ, മനസ്സിലായോ? അത് നമുക്ക് ഉറപ്പ് വരുത്തുന്നത് നമ്മൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഡിക്രിപ്ഷൻ അല്ല, നമ്മുടെ മെസ്സേജ് ഡൈജസ്റ്റ് ആണ്. അതായത് നമ്മള് മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതംസ് നമ്മൾ പറഞ്ഞാലല്ലേ, SHA-1 അതുപോലുള്ള അൽഗോരിതംസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഹാഷ് ഫംഗ്ഷനുകളെ ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്യും. അതായത് ഒരു നമ്മുടെ ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിന്റെ ഒരു ഒറിജിനൽ ഇമേജിന്റെ ഒരു വാല്യൂ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വാല്യൂയുടെ ഹാഷ് വാല്യൂ എന്ന് പറയും. ഈ അൽഗോരിതംസ് ഒക്കെ വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ വാല്യൂ ഒറിജിനൽ ഇമേജിന്റെ അടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഇപ്പം മാനിപ്പുലേഷൻ നടന്ന ഒരു ഇമേജ് ആണെങ്കിൽ ആ ഇമേജിന്റെയും ഹാഷ് വാല്യൂ കണ്ടെത്തിയിട്ട് രണ്ടും കൂടി മാച്ച് ആണോ നോക്കും. മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ആ ഇമേജില് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു മോർഫിംഗ് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ, ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ആ മെസ്സേജിന്റെ ഇന്റഗ്രിറ്റിയെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക്. മനസ്സിലായോ? അതാണ് മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. അത് 2-3 അൽഗോരിതംസ് ഉണ്ട്. SHA-1, MD5 മുതലായ അൽഗോരിതംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇന്റഗ്രിറ്റിയെ വെരിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം എന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മെസ്സേജ് ഡൈജസ്റ്റ് എന്നും പറയാം.
അതാണ് നമ്മുടെ ഇന്റഗ്രിറ്റി ഓഫ് മെസ്സേജ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെക്നിക്ക്. നെക്സ്റ്റ് പെട്ടെന്ന് നോക്കിക്കേ. ഡാഷ് ഈസ് എ പ്ലാറ്റ്ഫോം ദാറ്റ് എസെൻഷ്യലി കീപ്സ് ദ ലോഗ് ഓഫ് ഡേറ്റ ഫ്രം നെറ്റ്വർക്ക് ഡിവൈസസ് ആസ് വെൽ ആസ് ആപ്ലിക്കേഷൻ ഇൻ എ സിംഗിൾ ലൊക്കേഷൻ. ഏത് ടൂള് വെച്ചിട്ടാണ് നമുക്ക് നെറ്റ്വർക്കിൽ നിന്നുള്ള ഡേറ്റകളുടെയൊക്കെ ലോഗുകൾ, ഡിവൈസസുകളുടെയൊക്കെ ലോഗില്ലേ, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഏത് ടൂൾ വെച്ചിട്ടാണെന്ന്. ഇവന്റ് ലോഗ് അനലൈസർ ആണ് ടൂള്, which keeps the log of data from networks. നെറ്റ്വർക്സിൽ നിന്നുള്ള ഡേറ്റയുടെയൊക്കെ ലോഗ്, പിന്നെ അതുപോലെ ഡിവൈസസുകളുടെയൊക്കെ മീൻസ് ആ പർട്ടിക്കുലർ ടൈമിലുള്ള എന്താണ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവന്റ് ലോഗ് അനലൈസർ വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഡാഷ് ഈസ് കോമ്പീറ്റന്റ് ടു റീസ്റ്റോർ കറപ്റ്റഡ് എക്സ്ചേഞ്ച് സെർവർ ഡേറ്റാബേസ് ഫയൽസ് ആസ് വെൽ ആസ് റിക്കവറിംഗ് അൺഅപ്രോച്ചബിൾ മെയിൽസ് ഇൻ മെയിൽ ബോക്സസ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഡാഷ് ഈസ് എ കോമ്പീറ്റന്റ് ടു റീസ്റ്റോർ കറപ്റ്റഡ് എക്സ്ചേഞ്ച് സെർവർ ഡേറ്റാബേസ് ഫയൽ. ഡേറ്റാബേസിലുള്ള സെർവറിലെ ഫയലുകളൊക്കെ കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ടൂൾ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വൈസ് നിങ്ങൾ പഠിച്ചോണം. ഓപ്ഷൻ സി ആണ്, മെയിൽ ബോക്സ് എക്സ്ചേഞ്ച് റിക്കവറി എന്നാണ് പേര്. അതായത് ഡേറ്റാബേസ് ഫയലുകൾ. ഓക്കെ. Dash helps in protecting business against data breaches that may make threats to cloud. എന്താണ്? ഇപ്പം ക്ലൗഡിലൊക്കെ വരുന്ന ത്രെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂള് സെൻട്രിഫൈ. ഓർത്തോണേ, ഓപ്ഷൻ എ സെൻട്രിഫൈ എന്ന് പറയുന്ന ടൂളാണ് നമ്മുടെ ക്ലൗഡിലൊക്കെ വരുന്ന ത്രെട്ടുകളെയൊക്കെ നിന്നെല്ലാം നമ്മുടെ യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. മെയിനായിട്ടും ഈ ക്ലൗഡ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഉണ്ടല്ലോ, ബിസിനസ് കമ്പനീസ് അല്ലെങ്കിൽ ക്ലൗഡ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതിൽ വരുന്ന ത്രെട്ടുകളിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് നമ്മുടെ സെൻട്രിഫൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ടൈപ്സ് ഓഫ് സ്കാനിങ്? സ്കാനിങ് എന്ന് പറയുന്നതിന്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ് അറിയാവോ? ഓപ്ഷൻ എ ആണ് കേട്ടോ. നെറ്റ്വർക്ക് സ്കാനിങ് ഉണ്ട്, വൾണറബിലിറ്റി സ്കാനിങ് ഉണ്ട്, പോർട്ട് സ്കാനിങ് ഉണ്ട്. അതായത് നെറ്റ്വർക്കിൽ നമ്മൾ സ്കാനിങ് ചെയ്യാറുണ്ട്, വൾണറബിലിറ്റീസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്യാറുണ്ട്. പോർട്ടുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഓരോ പോർട്ട്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ടൈപ്പ് ഓഫ് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആക്ച്വലി കൺസിഡർഡ് ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്? പെട്ടെന്ന് പറഞ്ഞോ. ക്രീപ്പർ. 2-3 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. ക്രീപ്പർ. നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത് ക്രീപ്പർ ആണ്. നെക്സ്റ്റ്, കോഡ് റെഡ് ഈസ് എ ടൈപ്പ് ഓഫ്. കോഡ് റെഡ് എന്ന് പറയുന്നത് എന്താ? ഒരു സോഫ്റ്റ്വെയർ ആണോ, ആന്റിവൈറസ് പ്രോഗ്രാം ആണോ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണോ? ഓപ്ഷൻ സി കമ്പ്യൂട്ടർ വൈറസ് ആണ്. ഓർക്ക. Next, Dash is a popular corporate security tool which is used to detect the attack on email with the cloud-only services. അതായത് നമ്മുടെ ഇമെയിൽ ക്ലൗഡിലൊക്കെ ഉള്ള ഇമെയിൽ സർവീസസുകൾ ഉണ്ടല്ലോ, അതിലെ അറ്റാക്കുകളെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ടൂള് പ്രൂഫ് പോയിന്റ് ആണ്. ഓർക്കുക, ഓപ്ഷൻ ബി ആണ് പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്ന ടൂളാണ്. ഈ ടൂളൊന്നും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഇത് സാധാരണയായിട്ട് ക്ലൗഡ് ഉള്ളി സർവീസസിലുള്ള ഇമെയിൽസിൽ വരുന്ന അറ്റാക്കുകളെ കണ്ടുപിടിക്കും. ഓക്കെ. എങ്ങനെയാണ് എന്താണ് അറ്റാക്കുകൾ, പല സിസ്റ്റത്തിലൊക്കെ എങ്ങനെയാണ് അറ്റാക്കേഴ്സ് ഗെയിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഈ പ്രൂഫ് പോയിന്റ് സഹായിക്കും. ഓക്കെ, അതൊക്കെ ഓർത്തോണം. പിന്നെ ഡാഷ് ഹെൽപ്സ് ഇൻ പ്രൊട്ടക്ടിങ് കോർപ്പറേറ്റ് ഡേറ്റ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ അസെറ്റ്സ്. കോർപ്പറേറ്റ് ഡേറ്റയും കമ്മ്യൂണിക്കേഷനെയും അതുമായിട്ട് ബന്ധപ്പെട്ട അസറ്റുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത് സൈഫർ ക്ലൗഡ്, പ്രൂഫ് പോയിന്റ്, ആംഗ്രി IP, സ്കാനർ, ബർപ്പ് സ്യൂട്ട്. നേരത്തെ പറഞ്ഞ ടൂൾ ഉണ്ടല്ലോ, ഏതാണ്? പ്രൂഫ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സെക്യൂരിറ്റി ടൂൾ തന്നെയാണ്. അത് അറ്റാക്കുകളെ, ഇമെയിൽ ക്ലൗഡ് ഉള്ളി സർവീസിലെ അറ്റാക്കുകളെ ഡിറ്റക്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ കോർപ്പറേറ്റ് ഡേറ്റയും കമ്മ്യൂണിക്കേഷനെയും അതുമായിട്ട് ബന്ധപ്പെട്ട അസറ്റുകളെയും പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത് സൈഫർ ക്ലൗഡ് ആണ് കേട്ടോ. സൈഫർ ക്ലൗഡ്.
ഈ സൈഫർ ക്ലൗഡിന്റെ അകത്ത് ആന്റിവൈറസ് ഫെസിലിറ്റിയും എൻക്രിപ്ഷനും ട്രാഫിക് മോണിറ്റർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ മൊബൈൽ സെക്യൂരിറ്റി സപ്പോർട്ടും ഒക്കെ തരുന്നുണ്ട് ഈ സൈഫർ ക്ലൗഡ് എന്ന് പറയുന്ന ടൂൾ. ക്ലിയർ? നെക്സ്റ്റ് വയർഷാർക്ക് ഈസ് എ ഡാഷ് ടൂൾ. വയർഷാർക്ക് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണിത്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾ അനാലിസിസ് ടൂൾ, നെറ്റ്വർക്ക് കണക്ഷൻ സെക്യൂരിറ്റി, കണക്ഷൻ അനാലിസിസ്, ഡിഫെൻഡിങ് മലീഷ്യസ് പാക്കറ്റ് ഫിൽട്ടറിംഗ്. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണ്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾ അനാലിസ് ചെയ്യാനുള്ള ടൂളാണ് വയർഷാർക്ക്. നമ്മൾ പറഞ്ഞ ടൂൾ അല്ലേ? നോക്കിയാൽ മതി, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൂഫ് പോയിന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളു പറയാത്ത. വയർഷാർക്ക് ഒക്കെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്കിലെ പ്രോട്ടോകോൾസ് അനാലിസിസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡാഷ് സ്കാൻ TCP പോർട്ട് ആൻഡ് റിസോൾവ് ഡിഫറെന്റ് ഹോസ്റ്റ് നെയിം. TCP പോർട്ടുകളെ സ്കാൻ ചെയ്യുകയും ഡിഫറെന്റ് ഹോസ്റ്റ് നെയിമുകൾ റിസോൾവ് ചെയ്തെടുക്കുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂള് അറിയാമോ? സൂപ്പർ സ്കാൻ ആണ് കേട്ടോ. സൂപ്പർ സ്കാൻ, ഓപ്ഷൻ എ സൂപ്പർ സ്കാൻ ആണ്, വിച്ച് സ്കാൻസ് TCP പോർട്ട് ആൻഡ് റിസോൾവ് ഡിഫറെന്റ് ഹോസ്റ്റ് നെയിം. നെക്സ്റ്റ്, ഡാഷ് ഇസ് എ വെബ് ആപ്ലിക്കേഷൻ അസസ്മെന്റ് സെക്യൂരിറ്റി ടൂൾ. വെബ് ആപ്ലിക്കേഷനുകളെ ഒക്കെ അസസ് ചെയ്യാനായിട്ടുള്ള ടൂള്. LC4, വെബ് ഇൻസ്പെക്ടർ, എക്ടർ ക്യാപ്പ്, ക്വാളിസ് ഗാർഡ്. LC4 അല്ല, വെബ് ഇൻസ്പെക്ട് ആണ് കേട്ടോ. ഞാൻ ഓപ്ഷൻ എഴുതിയതിൽ ഒരു മിസ്റ്റേക്ക് ആണ്. വെബ് ഇൻസ്പെക്ട് ആണ്, ഓർത്തോണം. വെബ് ഇൻസ്പെക്ട് ആണ്. നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ഈ വൾണറബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലേ, വെബ് ആപ്ലിക്കേഷനിലെ വൾണറബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഈ വെബ് സെർവേഴ്സിനെയൊക്കെ പെനിട്രേഷൻ ടെസ്റ്റിങ്ങിനൊക്കെ സഹായിക്കുന്ന ടൂളാണ്. LC4 അല്ല കേട്ടോ, വെബ് ഇൻസ്പെക്ട് ആണ്. വെബ് ഇൻസ്പെക്ട് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. LC4 ഈ പ്രൂഫ് ഞാൻ നേരത്തെ പറഞ്ഞ 1-2 ടൂൾസേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത്. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തപ്പം കണ്ടതാണ്, അതുകൊണ്ടാണ്. അത് നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി, ക്വസ്റ്റ്യൻ ത്രൂ പഠിച്ചു പോയാൽ മതി. ഡാഷ് ഇസ് എ പാസ്വേഡ് റിക്കവറി ആൻഡ് ഓഡിറ്റിംഗ് ടൂൾ. പാസ്വേഡ് റിക്കവറി ചെയ്യാനും ഓഡിറ്റിങ്ങിനും ഉള്ള ടൂള്. അതാണ് നമ്മുടെ ഓപ്ഷൻ എ LC4. ഓക്കെ, പാസ്വേഡ് റിക്കവറിയും ഓഡിറ്റിംഗ് ടൂളാണ് LC4 എന്ന് പറയുന്ന ടൂള്. പാസ്വേഡിന്റെ സ്ട്രെങ്ത് ഒക്കെ ടെസ്റ്റ് ചെയ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു ക്വസ്റ്റ്യനില്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ വിൻഡോസിന്റെ ഒക്കെ പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാനൊക്കെ ഈ LC4 സഹായിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് എ സോഫ്റ്റ്വെയർ ബഗ് ദാറ്റ് അറ്റാക്കേഴ്സ് ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് ടു ഗെയിൻ അൺഓതറൈസ്ഡ് ആക്സസ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ അൺഓതറൈസ്ഡ് ആക്സസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ബഗ്. സിസ്റ്റം എറർ, ബഗ്ഡ് സിസ്റ്റം, സെക്യൂരിറ്റി ബഗ്, സിസ്റ്റം വൈറസ്. ഏതാണെന്നറിയാമോ? സെക്യൂരിറ്റി ബഗ് ആണ്. അതാണ് ഒരു സോഫ്റ്റ്വെയർ ബഗ് വിച്ച് അറ്റാക്കേഴ്സ് ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് ടു ഗെയിൻ അൺഓതറൈസ്ഡ് ആക്സസ് ഇൻ എ സിസ്റ്റം. സെക്യൂരിറ്റി ബഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ക്ലിയർ?